ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാളൂസ് വീട്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എണ്ണ കാച്ചുന്ന എങ്ങനെയാണ്, അതിൻ്റെ പാകം, അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നുള്ളതാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമാണ് ഞാനിവിടെ കാച്ചി കാണിക്കുന്നത്. 90% ആൾക്കാരും തെറ്റിക്കുന്ന ഒരു മെയിനായിട്ടുള്ള കാര്യം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചാനൽ പുതിയ ചാനലാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണ്, ഉപയോഗപ്രദമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ആവശ്യ ഘടകങ്ങളാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിലൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് കയ്യൂന്നി, കഞ്ഞുണ്ണി, ഭൃംഗരാജ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വന്തം കയ്യൂന്നി. ഇത് എല്ലാവർക്കും അറിയാവുന്നത്. അതിൻ്റെ പൂവും കായും ഇലയും വേരും എല്ലാം ഒരുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കയ്യൂന്നി ഒരു പിടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം കാണിക്കുന്ന പറയുന്നത് നിലനാരകം എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ മറ്റു പേരുകളൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഈ നിലനാരകം എന്ന് പറയുന്ന സംഭവം നമ്മുടെ തലവേദന, മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് എണ്ണ കാച്ചുമ്പോൾ അതിലിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ അധികം തണുപ്പ് മൂലം തലയിൽ നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അത്യുത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് നിലനാരകം എന്ന് പറയുന്നത്. ഇതിപ്പോൾ പൂവില്ല, ഒരു വെള്ളപ്പൂവായിരിക്കും ഇതിൽ പിടിക്കുന്നത്. ഞാൻ അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇത് തിരിഞ്ഞു പോലെ ഇതുപോലുള്ള വേറെ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിലനാരകം തന്നെ യൂസ് ചെയ്യുക. അതുപോലെ ആദ്യം പറയുന്ന കയ്യൂന്നി എന്ന് പറയുന്നത് നമ്മുടെ മുടി കറുപ്പിക്കാൻ, നന്നായിട്ട് മുടി ശക്തിക്ക് വളർത്താൻ, മുടിയുടെ നര മാറാനൊക്കെ ഒരുപാട് ഉപയോഗപ്രദമായ ഒരു സസ്യമാണ്. അപ്പോൾ ഒന്നാമത്തേത് നിലനാരകം, രണ്ടാമത്തേത് കയ്യൂന്നി. പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് പറഞ്ഞാൽ പൂവാങ്കുരുന്നില. നില്ലെങ്കിൽ എല്ലാവർക്കും എണ്ണ കാച്ചുമ്പോൾ അറിയാവുന്ന ഒരു സംഭവമാണ് പൂവാങ്കുരുന്നില. അപ്പോൾ ഞാൻ ഒരു തണ്ട് പൂവാങ്കുരുന്നില, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പൂവാങ്കുരുന്നിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെടുക്കുക. അതുപോലെ പൂവാങ്കുരുന്നില എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കുന്ന വേറെ ചെടിയുണ്ട്, മുയൽച്ചീവൻ എന്ന് പറഞ്ഞിട്ട്. എല്ലായിടത്തും വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പൂവാങ്കുരുന്നില, മുയൽച്ചെടിയൻ, അങ്ങനെ 2 പേരാണ് ഈ 2 ചെടിക്കും പറയുന്നത്. രണ്ടും കൂടെ മാറിപ്പോയില്ല, പൂവാങ്കുരുന്നില തന്നെ എടുക്കണം. അതിനുശേഷം ചെമ്പരത്തിപ്പൂ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ താളിയും മറ്റുമൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഒരു ചെമ്പരത്തി പൂവ് ഇതിൽ അടർത്തിയെടുത്തേക്കുവാണ്. അത് കഴിഞ്ഞ് കാണിച്ചേക്കുന്നത് നമ്മുടെ സ്വന്തം പനിക്കൂർക്കയിലയാണ്. അപ്പോൾ ഇതാണ് പനിക്കൂർക്കയില. ഇത് ഒരെണ്ണം മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ എടുക്കുന്ന എണ്ണയ്ക്കുള്ള അളവിൽ ഒരെണ്ണം എനിക്ക് മതി. അത് പനി, അതുപോലെ തലയിലെ പെയിന് മാറാൻ, അങ്ങനെ ഒരുപാട് കാര്യത്തിന് ഉപയോഗിക്കുന്നതാണ്. ഇതാണ് നമ്മൾ കാണിച്ച പനിക്കൂർക്കയില. വേറെ എന്തെങ്കിലും പേര് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിനെല്ലാം ഇവിടെ പറയുന്ന പേരൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ കറ്റാർവാഴ, ഇതിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുടി അത്ര സോഫ്റ്റ് ആക്കാൻ, നല്ല തിളക്കമുള്ളതാക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് കറ്റാർവാഴ. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില, മുടിക്ക് കറുപ്പ് കിട്ടാൻ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം മിസ്സായിപ്പോയി, കൊച്ചുള്ളിയാണ്. അപ്പോൾ അത് ഒരു 2-3 കൊച്ചുള്ളി എടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ ഇലകളെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിൽ അല്ലെങ്കിൽ ഇതുപോലെ ഇടികല്ലിൽ ഇട്ടിട്ട് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് എടുക്കുക. ഇതിനകത്ത് വെള്ളം നന്നായിട്ട് കഴുകി, മറ്റ് പൊടി അഴുക്കൊന്നും ഇല്ലാതെ, ചെളിയൊന്നും ഇല്ലാതെ നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ജാറിലോ ഇടികല്ലിലോ ഇതുപോലെ ഇട്ട് വെക്കുക. അപ്പോൾ ചെമ്പരത്തിപ്പൂവ് ഞാൻ അറിയാതിട്ടതാണ്. ചെമ്പരത്തിപ്പൂ എൻ്റെ കൂടെ ഇടേണ്ട ആവശ്യമില്ല. ശേഷം ഈ സവാള, കൊച്ചുള്ളി എല്ലാം ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു സ്പൂണ് ഉലുവ, അതുപോലെ തന്നെ 1 സ്പൂണ് കരിഞ്ജീരകം. ഉലുവയും കരിഞ്ജീരകവും ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുടി വളർത്താൻ എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ 1 സ്പൂൺ വീതം രണ്ടും ഇട്ടിട്ട് എല്ലാം ഒന്ന് ചതച്ചെടുക്കുക. അതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ ചെമ്പരത്തി പൂവ്, അതിൻ്റെ ഇതിൻ്റെ അകത്ത് ഇടേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ സംഭവങ്ങളൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക എന്ന് വെച്ചാൽ ഒന്ന് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നീരെടുക്കാനാണെങ്കിൽ മാത്രം ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്ത് നീരെടുക്കുക. അപ്പം ഞാൻ നീരെടുക്കല്ല, ഈ ചതച്ച സാധനങ്ങൾ അതുപോലെ എടുത്ത് എണ്ണ കാച്ചുവാണ്. അപ്പം ഒന്ന് അത്യാവശ്യം ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി. പിന്നെ ഈ കറ്റാർവാഴയൊക്കെ അങ്ങനെ തന്നെ കിടക്കുമ്പോൾ അത്രയും സത്തിറങ്ങത്തില്ല. അപ്പോൾ അതൊന്ന് അരയുന്നത് പോലെ ആവും. ബാക്കി തണ്ടുകളൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ അടികട്ടിയുള്ളൊരു പാത്രത്തിൽ, നിങ്ങൾ ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ പാത്രം ഇല്ലാത്തതുകൊണ്ട് സാധാ ഒരു പാത്രത്തിൽ ഈ ചതച്ച് വെച്ചേക്കുന്ന ഇലകളും മറ്റ് സാധനങ്ങളും എല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ചെമ്പരത്തിപ്പൂവ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
എന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂ അതിൻ്റെ കൂടെ അരച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കൊഴുപ്പായി പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെമ്പരത്തിപ്പൂ പിന്നീട് ഒഴിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒഴിക്കുന്നതെന്ന് പറയുന്നത് നല്ലെണ്ണയാണ്, നമ്മൾ എള്ളെണ്ണ എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അത് ഞാനിവിടെ സത്യത്തിൽ 50 ഗ്രാം മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഞാൻ തലയിൽ എണ്ണ തേക്കാനായിട്ട് എണ്ണ കാച്ചുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്, ഞാൻ നല്ലെണ്ണ ഉപയോഗിക്കാറില്ല. കാരണം എനിക്ക് കുറച്ചുകൂടെ തലയിൽ പിടിക്കുന്ന വെച്ചാൽ എള്ളെണ്ണയ്ക്ക് കുറച്ചുകൂടെ തണുപ്പുള്ളൊരു സംഭവമാണ്. എനിക്ക് പെട്ടെന്ന് പനിയും കാര്യങ്ങളൊക്കെ പിടിക്കും. ഞാൻ ഒന്നെങ്കിൽ എള്ളെണ്ണയും നല്ലെണ്ണയും എല്ലാം, അതായത് ഈ എള്ളെണ്ണയും വെളിച്ചെണ്ണയും എല്ലാം മിക്സ് ചെയ്ത് ചേർക്കും. ഇപ്പോൾ ഇവിടെ എള്ളെണ്ണ മാത്രമാണ് ചേർത്തേക്കുന്നത്. റിക്വസ്റ്റഡ് വീഡിയോ ആണ്, അങ്ങനെ ആയതുകൊണ്ടാണ് എള്ളെണ്ണ മാത്രം എടുത്തേക്കുന്നത്. അതിനുശേഷം നിങ്ങൾ എടുക്കുന്ന 50 ഗ്രാം എണ്ണയാണ് എടുക്കുന്നതെങ്കിൽ, എള്ളെണ്ണയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി, 50 ഗ്രാം ആണെങ്കിൽ 200 ഗ്രാം വെള്ളം എടുക്കുക. വെള്ളം എടുക്കുമ്പോൾ അയ്യോ ഇത് പൊട്ടിത്തെറിക്ക്, ഈ പെണ്ണ് എന്തൊരു വട്ടത്തറ കാണിക്കുന്നതെന്നൊന്നും ചിന്തിക്കേണ്ട. ഒരു ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്ന അത്രയും എഫക്റ്റുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പൊട്ടത്തരമാണോ മണ്ടത്തരമാണോ എന്നൊന്നും ചിന്തിക്കേണ്ട. ഇത് പൊട്ടി ദേഹത്തൊക്കെ പൊട്ടി വീഴുമെന്നും ചിന്തിക്കേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിളക്കി തീ കത്തിച്ചതിന് ശേഷം അടുപ്പിൽ എടുത്ത് വെക്കുക. ഇതുപോലെ പതഞ്ഞ് വരത്ത് മാത്രമേ ഉള്ളൂ. അതുപോലെ എപ്പോഴും നിങ്ങൾ എത്ര എണ്ണയാണോ എടുക്കുന്നത് അതിൻ്റെ 4 ഇരട്ടി വെള്ളം കൺഫേം ആയിട്ട് എടുക്കുക. അതുപോലെ ആ 4 ഇരട്ടി വെള്ളം നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള പാത്രം എടുക്കൽ, വലിയ പാത്രം എടുക്കുക, അല്ലെങ്കിൽ എണ്ണയുടെ അളവ് കുറച്ചെടുക്കുക. എന്തെങ്കിലും പാത്രം കുറച്ച് വലുതായിരിക്കണം. എന്നിട്ട് അതിന് ശേഷം ഇത് പൊട്ടിത്തെറിക്കുക മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ കാണിച്ചതുപോലെ തന്നെ ആദ്യം ചതച്ച് വെച്ചേക്കുന്ന സംഭവങ്ങളെല്ലാം എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക, അതിലേക്ക് വെള്ളം ഒഴിക്കുക, ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം മാത്രമേ അടുപ്പിൽ വെക്കാവൂ. അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് ഓരോന്നിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുക, ആകെ വിഷയവും. അതുകൊണ്ട് ഇങ്ങനെ മാത്രമേ ചെയ്യാവൂ. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു 90% ആൾക്കാരും ചെയ്യുന്നത് എണ്ണയ്ക്കകത്തോട്ട് ഈ ചതച്ച് വെച്ചേക്കുന്ന നീരോ അല്ലെങ്കിൽ ഇലകളോ ഇട്ട് എണ്ണ കാച്ചിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ എണ്ണയ്ക്കകത്ത് പപ്പടം ഇടുമ്പം എന്താ സംഭവിക്കുന്നത്, പപ്പടം പെട്ടെന്ന് പൊള്ളി അത് വരും. അതിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. എന്നുവെച്ചാൽ പപ്പടം കഴിക്കാൻ പറ്റും, അതല്ല എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഇലയുടെ സത്തുക്കളും അതിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് എണ്ണ കിട്ടത്തില്ല, വെറുതെ എണ്ണ നശിപ്പിച്ച് കളയാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആകുമ്പം പെതുക്കെ കിടന്ന് അതിൻ്റെ സത്തെല്ലാം ആ എണ്ണയിലേക്ക് ഇറങ്ങി നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് ആ കാച്ചെണ്ണയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നത് പോലെ തിളക്കത്ത് മാത്രമേ ഉള്ളൂ, പൊട്ടിത്തെറിക്കത്തോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതിനാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകമായിട്ട് വീഡിയോ എടുത്ത് കാണിക്കുന്നത്. ബോറടിപ്പിക്കാനല്ല, കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ സൂം ചെയ്തൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ വീഡിയോ കാണിക്കുന്നതിൻ്റെ ഇട്ടത് ആദ്യം തീ കുറച്ച് കൂട്ടി വെച്ച് പതഞ്ഞ് വരും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എണ്ണയും വെള്ളവും കൂടെ ആവുള്ള ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം ഒരു വെള്ളം കൂടുതൽ നിൽക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നൊരു രീതിയാണ്. പതുക്കെ അത് മാറി വരുന്നത് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഓരോ ഇലയുടെയും കളറും അതുപോലെ അതിൻ്റെ ഗുണങ്ങൾ അതിലോട്ട് വരുന്ന നിങ്ങൾക്ക് ആ കളറിൽ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയ്ക്ക് സ്മെല്ല് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ്, നല്ല സ്മെല്ലാണ്. എണ്ണ കാച്ചുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ എഫക്റ്റ്, ആ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്കത് എത്രത്തോളം ഗുണമാണെന്ന് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ഞാൻ വളരെ കുറച്ച് റിക്വസ്റ്റഡ് വീഡിയോ ഉണ്ട്, അതിന് കുറച്ച് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ എണ്ണയും വെള്ളം കൂടെ തിളച്ച് കഴിയുമ്പോൾ തീ വളരെ കുറച്ച് മീഡിയം ടു ലോ രീതിയിൽ ഇട്ടിട്ട് മാത്രമേ ബാക്കി ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അടുപ്പിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. കാരണം പതുക്കെ കിടന്നത് അതിൻ്റെ മൂപ്പായി വരും. ഗ്യാസിലാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്നായിരിക്കും. അതുപോലെ സാധാ എണ്ണ കാച്ചുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അധിക സമയം എടുക്കും. ഇതിന് അധിക സമയം എടുക്കും, അതുപോലെ റിസൾട്ടും അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന വീഡിയോക്കകത്തൊക്കെ അടിക്കുന്നതുകൊണ്ട് അത്രയും ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ക്യാമറയ്ക്കകത്തൊക്കെ പുകയടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ടേയിരിക്കുന്നു. നന്നായിട്ട് തിളച്ച് ഇനി തീ അത്യാവശ്യം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. അതിൻ്റെ അടുത്തുനിന്ന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചേക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. നന്നായിട്ട് അതിൻ്റെ ആ ഒരു ആ വെള്ളം കുറഞ്ഞിട്ട് എണ്ണയായിട്ട് ഊറി വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കളറിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്.
മഴയത്ത് ഈ ഇലയൊക്കെ പറിക്കുമ്പോൾ ചെറിയ ജലദോഷം പിടിച്ചതാണ് കുത്തിയിരുന്ന് ചീറ്റുന്നത്. അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുക. നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം എണ്ണയിൽ വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നന്നായിട്ട് എണ്ണയായിട്ട് മാറി വരുന്നുണ്ട്. വെള്ളമൊക്കെ ഏകദേശം പറ്റി ആ സമയത്ത് 2 കുരുമുളക്, ഇതിൻ്റെ ആവശ്യത്തിനാണ് ഞാൻ കാണിക്കുന്നത്. 2 കുരുമുളക് മാത്രം ഇട്ട് കൊടുക്കുക. നിങ്ങളെടുക്കുന്ന എണ്ണയ്ക്ക് അനുസരിച്ച് ഞാൻ ഈ കാണിക്കുന്ന സാധനങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ആ വെള്ളം മൊത്തം പറ്റി നമ്മൾ എടുത്ത എണ്ണയ്ക്കകത്ത് അതിൻ്റെ സത്തുക്കളെല്ലാം ഇറങ്ങി നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ആ സംഭവങ്ങളൊക്കെ മൂത്ത് വരുന്നുണ്ട്, ചെടികൾ ഓരോന്നായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങളൊക്കെ തോനെ എണ്ണ എടുക്കണം. നന്നായിട്ട് മുങ്ങി കിടക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ പെട്ടെന്ന് വരും. ഞാനിപ്പോൾ ഇത് കൈവിടാതെ ഇങ്ങനെ കുറച്ചേ ഉണ്ടായിട്ട് ഉള്ളത് കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് എണ്ണ മുങ്ങി കിടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ടല്ല, പെട്ടെന്ന് അതിൻ്റെ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് എണ്ണ ആയതുകൊണ്ട് ഇളക്കി അതിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. നിങ്ങളും കൂടെ തന്നെ നിൽക്കണം. എങ്കിലും എണ്ണ കുറച്ചായതുകൊണ്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കൂടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ എണ്ണ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റിപ്പോയി. അതിൻ്റെ ആ കളറ് തന്നെ കണ്ടോ, എല്ലാ ഇലയുടെയും അതുപോലെ കറ്റാർവാഴയുടെയും കയ്യൂന്നിയുടെയൊക്കെ നല്ല പച്ച കളറ്. അതുപോലെ തന്നെ നല്ല മണവും വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാം മൂത്ത് വന്ന് കിടക്കുകയാണ്. ഇനി വളരെ തീ കുറച്ച്, ഒരിക്കലും തീനി കൂട്ടിയിടാൻ പാടില്ല. പെട്ടെന്ന് മൂക്കട്ടെന്നും പറഞ്ഞ് പെട്ടെന്ന് പാകമാട്ടെന്നും പറഞ്ഞ് ഒരിക്കലും തീ കൂട്ടിയിടല്. മാക്സിമം തീ കുറച്ച്, അടുപ്പിലൊക്കെ ആണെങ്കിൽ കനൽ മാത്രം മതി, തീയൊന്നും വെക്കാൻ പാടില്ല. ഗ്യാസിലാണെങ്കിൽ അങ്ങനെ പറ്റത്തില്ല. മാക്സിമം തീ കുറച്ചിടുക. തീ കുറച്ചിട്ടതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് എണ്ണ ഉണ്ടെങ്കിൽ പോലും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. വീഡിയോ ഒത്തിരിയും ലെങ്തായിപ്പോയി. ഞാൻ സാധാരണ ഇടുന്ന വീഡിയോ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെയാണ് കാണുന്നത്. ഒത്തിരി ലെങ്തായിപ്പോയി. കാരണം ഇതെനിക്ക് പറഞ്ഞു തരണമെന്നുണ്ട് നന്നായിട്ട്. മറ്റേതൊക്കെ പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് വീഡിയോ സ്പീഡാക്കി വെച്ചിട്ടൊക്കെ കാണിക്കുക. ഇതങ്ങനെ ചെയ്താൽ ശരിയാകത്തില്ലെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഇതിൽ ഓരോ പറയുന്ന കാര്യങ്ങളും അത്ര ഇമ്പോർട്ടൻസ് ആണ്. കാരണം നിങ്ങളിപ്പോൾ എണ്ണ കാച്ചി വെക്കുന്നത് എന്നെപ്പോലെ ഇപ്പോൾ ഇത്രയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ കാണത്തുള്ളൂ. അതല്ല നിങ്ങൾ തോനെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എണ്ണ അത് വെറുതെ വേസ്റ്റായി പോകും. ഇതിൻ്റെ അളവും പാകവും കൃത്യതയും അല്ലാതെ ആയിപ്പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ അത്യാവശ്യം എല്ലാം ഒരു പരുവം വരെ ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഒരു 5 മിനിറ്റ് കൂടെ കിടന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ തലയിൽ തേക്കാനുള്ള എണ്ണ കാച്ചുന്നത് സാധാരണ നോർമലായിട്ട് കണ്ടുവരുന്നത് വെളിച്ചെണ്ണയിലാണ്. മിക്കവാറും ഉള്ളവർക്കും അത് തലയ്ക്ക് പിടിക്കുന്നതും വെളിച്ചെണ്ണയിൽ, എന്നുവെച്ചാൽ റിസൾട്ട് കിട്ടുന്നതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് തണുപ്പ് അടിച്ച് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണയിൽ കാച്ചുന്നത്. നല്ലെണ്ണ കുറച്ചുകൂടി തണുപ്പാണ്. പിന്നെ അത് ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ കാണിക്കുന്നത്. ഞാൻ സാധാഗതിയിൽ നല്ലെണ്ണയും വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ആവണക്കെണ്ണയും മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. വെളിച്ചെണ്ണയിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്കിലും നല്ലെണ്ണയും വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ആണ് ഞാൻ സാധാഗതിയിൽ ചെയ്യാറുള്ളത്. ഇതിപ്പോൾ നല്ലെണ്ണ മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നവരാണെങ്കിൽ സെയിം പ്രോസസ്സ് വെളിച്ചെണ്ണയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ലെണ്ണ ഒഴിവാക്കി വെളിച്ചെണ്ണയിൽ ചെയ്യുക. അല്ലെങ്കിൽ നല്ലെണ്ണയും വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും ഒരുപോലല്ല, അളവിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ എടുക്കുന്ന നല്ലെണ്ണയുടെയും വെളിച്ചെണ്ണയുടെയും പകുതി അളവ് മാത്രമേ ആവണക്കെണ്ണ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എടുത്ത് അങ്ങനെ യൂസ് ചെയ്യുക. ഇപ്പോൾ ഇത് ഒറ്റ നല്ലെണ്ണ മാത്രമാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിന് ശേഷം നന്നായിട്ട് തിളച്ച് അത് നല്ല എണ്ണപ്പരുവായിട്ട് വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ അത് അത്യാവശ്യം നല്ലവണ്ണം അരച്ചിടുവാണെങ്കിൽ മണൽപ്പരുവം എന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെ കയ്യിൽ ഞെരടി നോക്കുമ്പോൾ ഒരു മണലെടുത്ത് നമ്മൾ കയ്യിൽ എടുത്ത് നോക്കുന്നൊരു ഫീല് വരും. ഇതിപ്പം ഇങ്ങനെ ഇലയും തണ്ടുമൊക്കെ ആയതുകൊണ്ട് നമുക്കത് നോക്കിയിരിക്കാൻ ഒക്കത്തില്ല. അത്രയും നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ ചെറിയ പാർട്സുകളെല്ലാം ചെറുതായിട്ട് കിടക്കുന്ന കരിഞ്ജീരകവും ഉലുവയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ആ പരുവം നോക്കിയിരിക്കല്. അതിന് മുമ്പ് എണ്ണയുടെ പരുവാകുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതുപോലെ തന്നെ ഒന്നെങ്കിൽ
ഒരു ദിവസം ഫുള്ള് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് അരിച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ അതിൻ്റെ അകത്തോട്ട് ഇതൊക്കെ ഇറങ്ങും. ഞാൻ അന്നേരം തന്നെ അരിച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു അരിപ്പ എടുത്തിട്ട് അന്നേരം തന്നെ അരിച്ചെടുക്കുന്നത്. കാരണം ഞാനത് പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലയും തണ്ടും ഒക്കെ മാത്രമേ കാണത്തുള്ളൂ, എണ്ണ കാണത്തില്ല അതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ, വളരെ കുറച്ചേ ഉള്ളായതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ചൂടോടുകൂടി തന്നെ എടുക്കുകയാണെങ്കിൽ എണ്ണ ഫുള്ള് കിട്ടും. ഒരു ദിവസം വെച്ചിട്ടാണെങ്കിൽ എണ്ണയുടെ അളവ് കുറയും, പക്ഷേ അതിനകത്ത് കുറച്ചുകൂടെ സത്ത് കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ എണ്ണ കാണത്തില്ല. അപ്പോൾ ഞാനത് ചൂടോടുകൂടി അരിച്ചെടുത്ത എണ്ണയാണ് ഈ കാണിക്കുന്നത്. കയ്യൂന്നി, അതുപോലെ തന്നെ നിലനാരകം, കറിവേപ്പില, ഉലുവ, കരിഞ്ജീരകം, കൊച്ചുള്ളി, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കറ്റാർ വാഴ, പിന്നെ ചെമ്പരത്തിപ്പൂവ്, ഇതെല്ലാം നിങ്ങൾക്ക് തലമുടിയുടെ വളർച്ചയ്ക്ക് എത്രയും പ്രധാനപ്പെട്ട ഘടകങ്ങളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് കാച്ചിയ അടിപൊളി ഒരു കാച്ചെണ്ണയാണിത്. നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ സാധാരണ നിങ്ങൾ ചെയ്യുന്ന ആ എണ്ണ കാച്ചുന്ന രീതിയും ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ദഹിക്കണമെന്നില്ല. ഇതേ രീതിയിലാണ് എണ്ണ കാച്ചുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും കാച്ചുന്ന രീതിയിൽ നിന്ന് ഡിഫറെൻ്റായിട്ട് കാച്ചുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് കമൻറ്റ് ചെയ്യുക. നല്ല റിസൾട്ടായിരിക്കും, ഞാൻ ഉറപ്പ് പറയുന്നത്. അത്രയധികം റിസൾട്ടാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക, റിസൾട്ട് കമൻറ്റ് ചെയ്യുക.